അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്യൂസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വയനാട് ജില്ലയിലുള്ള പെണങ്ങോട് എന്ന സ്ഥലത്തൊരു പീസ് വില്ലേജ് ഉണ്ട് കേട്ടോ. ആ പീസ് വില്ലേജിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ പീസ് വില്ലേജ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ല കേട്ടോ, അതൊരു സ്വാന്തനം വീടാണ്. 2016 ഈ പീസ് വില്ലേജ് ആരംഭിച്ചത് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആരോരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യർക്ക് മികച്ച ജീവിത സൗകര്യങ്ങളുടെ ഒരു വീട് ഒരുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റ് അനാഥാലയങ്ങളിൽ കാണുന്ന ശോകമുഖമായിട്ടുള്ളൊരു അന്തരീക്ഷവും ഇവിടെ കാണാനാകില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അമ്മത്തൊട്ടിലിൽ നിന്ന് പിറന്നു വീഴുന്ന ശിശുക്കൾ, തെരുവിൽ അലയുന്ന ആരാരുമില്ലാതെ തെരുവിൽ അലയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ സാന്ത്വനമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പീസ് വില്ലേജ് എന്ന് പറയുന്നത്. പീസ് വില്ലേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവാമല്ലോ. പീസ്, സമാധാനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒരു ഇടമാണ് പീസ് വില്ലേജ്. ജീവിതം തൊട്ടറിയാൻ ഒരിടം, അതാണ് പീസ് വില്ലേജിൻ്റെ പ്രചോദനമാകുന്നത്. വീർപ്പുമുട്ടലുകളെ ഇല്ലാതാക്കുന്ന കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും സമൃദ്ധമായൊരു സഞ്ചാരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 85ഓളം മനുഷ്യജീവിതങ്ങളുണ്ട്. ഇവർ TV-കൾ കണ്ടും അതേപോലെ പാട്ടിനൊപ്പം താളം പിടിച്ചും ഉല്ലാസത്തോടെ കഴിയുകയാണ് ഇവിടെ. വിശാലമായിട്ടുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകം സ്പെഷ്യലിസ്റ്റുകളും അതേപോലെ റിസപ്ഷനുകളും ഇവിടെയുണ്ട്. ഡേ കെയർ ഹോം തൊട്ടടുത്താണ്. ഇവിടെ എൻക്വയറീസും അതേപോലെ കാണിക്കാൻ വരുന്ന രോഗികളും ഈ ഒരു റിസപ്ഷനിലാണ് നമ്മൾ എൻക്വയറീസ് നടത്തുന്നത് കേട്ടോ. ഇവിടെ അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. ബുക്കിംഗ് ചെയ്തിട്ടാണ് ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് അറിയില്ലായിരുന്നു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ ലച്ചുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വരുന്ന വഴിയിൽ എൻ്റെ ലച്ചുട്ടി കാറിൽ കിടന്ന് ഉറങ്ങുകയാണ്. എവിടെ പോവുകയാണെങ്കിലും